മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ അത് KSCBയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. KSCB ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. സുരക്ഷ മുൻനിർത്തി കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളാണ്. അതായത് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഉത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾക്കും ഫ്ലോട്ടുകൾക്കുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വാടക കെട്ടുകാഴ്ചകളും ഫ്ലോട്ടുകളും ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. എന്നാൽ സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിലെ കമ്മിറ്റികളുമായി ചർച്ച ചെയ്തേ ഉത്തരവ് കർശനമായി നടപ്പാക്കൂ എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങൾക്ക് എല്ലാ കാലത്തും മാറ്റുകൂട്ടുന്നത് കെട്ടുകാഴ്ചകളാണ്. കൂറ്റൻ നീളവും ഉയരവുമുള്ള എടുപ്പ് കുതിരയും കാളയും തേരും ഫ്ലോട്ടും കണ്ട് ആസ്വദിക്കുന്നതാണ് മലയാളികൾക്ക് ഉത്സവങ്ങൾ. പലയിടത്തും കെട്ടുകാഴ്ചകൾ അപകടമുണ്ടാക്കിയെന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി വകുപ്പ് ഉത്തരവിറക്കിയത്. ഉത്തരവിൽ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വാടക കെട്ടുകാഴ്ചകൾ ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായും ഒഴിവാക്കി പകരം ആരാധനാലയങ്ങളുടെ ഏറ്റവും അടുത്തുനിന്ന് ഇവ കൊണ്ടുവരാൻ ശ്രമിക്കണം. വാടകയ്ക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടായാൽ വൈദ്യുതി ലൈനുകൾ അടിക്കേണ്ടാത്ത രീതിയിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിജപ്പെടുത്തുകയും കൊണ്ടുവരാൻ പോലീസിന്റെയും KSCBയുടെയും മുൻകൂർ അനുമതിയും വാങ്ങണം. അനുമതിയില്ലാതെ ഇവ കൊണ്ടുവന്നാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കും. വാടക കെട്ടുകാഴ്ചകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവ ആരാധനാലയങ്ങളുടെ പരിസരത്ത് കൊണ്ടുവന്ന ശേഷം കെട്ടുകയും ഉത്സവശേഷം അഴിച്ച് തിരികെ കൊണ്ടുപോവുകയും വേണം. ഓരോ ആരാധനാലയത്തിന്റെയും ഭരണസമിതികൾ ഉത്സവത്തിന് 1 മാസം മുമ്പ് കെട്ടുകാഴ്ചകളുടെ വിവരം KSCB അറിയിക്കണം. ഇതിൽ പിന്നീട് മാറ്റം വരുത്താൻ പാടില്ല. ഓരോ വർഷവും കെട്ടുകാഴ്ചകളുടെ ഉയരം കൂട്ടുന്നത് ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ദീപാലങ്കാരങ്ങൾ സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് ആചാരങ്ങൾ. തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതിനാൽ കൂടുതൽ ചർച്ചകളില്ലാതെ ഉത്തരവുകൾ നടപ്പിലാക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1.